ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു സിസാസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് ഒരു സ്നിക്കേഴ്സ് പുഡിംഗ് ആണ്. നല്ല ടേസ്റ്റാണ്, ചോക്ലേറ്റൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കും. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ഇൻഗ്രീഡിയൻസ് സെപ്പറേറ്റ് ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ള ആളുകളൊക്കെ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്ന് നോക്കിയാൽ മതി, ഞാൻ അവിടെ കൊടുത്തോളാം. അപ്പോൾ ഡയറക്റ്റ് ഞാൻ വീഡിയോയിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിന് ഒരു ക്ലീൻ ബൗളെടുത്ത്, വെള്ളമൊന്നും ഇട്ടില്ല, നല്ല ഡ്രൈ ആയിട്ട് ബൗളെടുത്ത് അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ സമയത്ത് വനില എസൻസ് ചേർത്ത് കഴിഞ്ഞാൽ കോഴിമുട്ടയുടെ മണം നമ്മുടെ കേക്കിൽ ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് തന്നെ നമ്മൾ വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആക്കി എടുക്കണം. നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇതിന് പകരം ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നാലും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒട്ട് ചേർക്കരുത് കേട്ടോ. വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് നമ്മുടെ കേക്കിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അത് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് സമയം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ്, ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല. 1/2 കപ്പ് മൈദ എടുത്ത് അതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തതാണ്. പിന്നെ നുള്ളു ഉപ്പും കൂടെ ഇട്ട് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്ന പൗഡറാണിത്. ഇനി ഇത് കുറേശ്ശെ നമ്മുടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് സ്പാച്ചുല വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഒരുപാട് കുത്തി ഇളക്കി കൊടുക്കരുത്. അപ്പോൾ എയർ ബബിൾസൊക്കെ പോയിട്ട് നമ്മുടെ എഗ്ഗ് താഴ്ന്നു പോകും. അപ്പോൾ നമ്മുടെ കേക്ക് വേണ്ടത്ര സോഫ്റ്റ് ആയി കിട്ടില്ല. അപ്പോൾ അതിന് ശ്രദ്ധിച്ചിട്ട് ഒരേ സൈഡിലേക്ക് തന്നെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ മിക്സ് ആയിക്കോളും. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ. ചോക്ലേറ്റ് ടേസ്റ്റ് കൂടുതലാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബേക്കിംഗ് ട്രേ ആണിത്. ഞാനിത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്, ഒരു ഫ്രൈ പാൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കും ഒരേ തിക്നെസ്സിലേക്ക് ആക്കി കൊടുത്തൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു പാനിലാണ് ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്യുന്നത്. ഏകദേശം ഒരു 15 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കേണ്ടി വരും. ഈ സമയം കൊണ്ട് നമുക്ക് പിയാനായിട്ട് വെച്ചിട്ടുള്ള ഒരു അത് തയ്യാറാക്കും. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കാരമലൈസ് ചെയ്യാൻ വെച്ചതാണ്. അപ്പം ജസ്റ്റ് പാത്രം വെച്ചിട്ട് ചുറ്റിച്ച് കൊടുത്ത് ഇളക്കി കൊടുത്താൽ മതി, അത് മെൽറ്റ് ആവുന്നത് വരെ. അതൊരു സ്പൂണോ ഒന്നും ഇട്ട് കൊടുക്കരുത്, അപ്പോൾ അത് കട്ടയായി പോകും. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. വിപ്പിംഗ് ക്രീം ചേർക്കുമ്പോൾ നമ്മുടെ ഈ കാരമലൈസ് ആയ ഷുഗർ തന്നെ ഒന്ന് കട്ട പിടിക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അത് മെൽറ്റ് ആവുന്നവരെ ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത് ഇനി ഇതൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയതിന് ശേഷം, റെഡി ആയതിന് ഇതുപോലെ പാത്രത്തിൽ ഇട്ടിട്ട് നമുക്ക് നോക്കിയാൽ മതിയാകും. ഒരുപാട് തിക്കായി പോകരുത്. പിയാനട്ടും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഇനി ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടി തിക്നെസ് ആവും, അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് തിക്നെസ് ഉണ്ടാവില്ല. നമ്മൾ കുറച്ച് വലിയ ബേക്കിംഗ് ട്രേയിൽ ഒഴിച്ചതുകൊണ്ട് ഒരുപാട് തിക്നെസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഇത് കട്ട് ചെയ്തിട്ടാണല്ലോ ലെയർ ചെയ്യുന്നത്, അപ്പോൾ അതിനുള്ള ഒരു പാകത്തിന് തന്നെയാണ്. ഇതിലേക്കൊരു ചോക്ലേറ്റ് സിറപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും 1 ടീസ്പൂൺ ബട്ടറും ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ചോക്ലേറ്റ് ബാർ എടുക്കുന്നുണ്ട്. ഞാൻ 90 ഗ്രാമിന് നമ്മൾ കഴിക്കുന്ന ചോക്ലേറ്റ് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അതിനൊക്കെ കുക്കിംഗ് ചോക്ലേറ്റ് കിട്ടുകയാണെങ്കിൽ അത് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലത്. നമ്മൾ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് 2 പാർട്ടാക്കി എടുക്കാം. നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ 3 ലെയേഴ്സ് റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റിൻ്റെ സിറപ്പ് റെഡിയാണ്, പിയാനട്ടിൻ്റെ ആ ഒരു മിക്സ് റെഡിയാണ്, കേക്ക് റെഡിയാണ്. ഇത് വെച്ചിട്ടാണ് നമ്മളിനി പുഡിംഗ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പുഡിംഗ് ട്രേ എടുക്കാം. ഏത് ഷേപ്പിലുള്ളതായാലും കുഴപ്പമില്ല. നമ്മൾ കേക്ക് കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കിയാൽ മതിയാകും. റൗണ്ട് ആണെങ്കിലും കുഴപ്പമില്ല, അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് അടിയിലേക്ക് കുറച്ച് അത് കൂടുതലായതുകൊണ്ട് ഞാൻ 2 സൈഡും കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ അത് പുഡിംഗ് ട്രേയിലേക്ക് ഫിറ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവട്ടെ. നിങ്ങൾ ചോക്ലേറ്റ് ആകുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് നോക്കുക, അപ്പോൾ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇപ്പോൾ നമ്മുടെ താഴത്തെ ലെയർ ഏകദേശം അത് സെറ്റായിട്ടുണ്ട്.
ഒരു ഫസ്റ്റ് കേക്കിൻ്റെ പാർട്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മുടെ പീനട്ടിൻ്റെ മിക്സ് റെഡിയാക്കി കൊടുക്കാം. മിക്സ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് റെഡിയാക്കാം. ഇപ്പോൾ ഇത് ചൂടാറിയപ്പോൾ ഏകദേശം ഇതേ ഒരു തിക്നെസ്സിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കറക്റ്റ് നമുക്ക് വേണ്ടത്. ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാവുന്നത് വരെ ചൂടാറുമ്പോൾ ഇതേപോലെ ആവുന്ന രീതിയിൽ നമ്മൾ തീ ഓഫ് ചെയ്യണം. ഇപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കേക്കിൻ്റെ രണ്ടാമത്തെ ലെയറും കൂടെ വെച്ച് കൊടുക്കാം. അതിന് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല, കാരണം പുഡിംഗ് ട്രേയിൽ മുകളിൽ കുറച്ച് സ്പേസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിന് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത് കറക്റ്റാണ്. അപ്പോൾ അതിങ്ങനെ വെച്ച് കൊടുത്ത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ഈ സിറപ്പൊക്കെ കേക്കിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവും. അപ്പോൾ പുഡിങ് അപ്പോഴാണ് കറക്റ്റ് ആ ടേസ്റ്റ് വരുന്നത്. പിന്നെ മധുരം നമുക്ക് അനുസരിച്ചിട്ട് ബാലൻസ് ചെയ്യാം കേട്ടോ. നമ്മുടെ പീനട്ടിൻ്റെ ആ ഒരു മിക്സിലും ഷുഗർ ഉണ്ട്, ചോക്ലേറ്റിലും മധുരം ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കേക്കിൽ നമുക്ക് മധുരം കുറക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാരപ്പൊടിയൊക്കെ എടുത്താൽ മതിയാകും. ഇതിപ്പോൾ ഞാൻ ചേർത്ത് സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കറക്റ്റായി ചോക്ലേറ്റിൻ്റെ ആ സിറപ്പൊക്കെ ഡ്രൈ ആകും. ഇപ്പോൾ ഇത് ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണിത്. ഞാൻ ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്പൂണും ഫോക്കും വെച്ച് കൊടുത്ത് ഇതിൻ്റെ മുകളിൽ ഷുഗർ പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതാണ്. ഏത് ഇഷ്ടത്തിൽ വേണമെങ്കിലും ചെയ്യാം. ഇനി ഇതില്ലാന്ന് വിചാരിച്ചിട്ടും പ്രശ്നമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു. നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഉള്ളൂ. 3 സ്റ്റെപ്പാണ്, പക്ഷേ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പുകളാണ് എല്ലാതും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. കാണാൻ തന്നെ നല്ലൊരു ലുക്കായിരുന്നു. അപ്പോൾ ഒരു പാർട്ടിയൊക്കെ ഉള്ള സമയത്ത് ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനത്തെ പുഡിങ്ങൊക്കെ നമുക്ക് റെഡിയാക്കി കൊടുക്കാം. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.